അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ആദരണീയരായ ഉസ്താദുമാർ, പ്രിയ സുഹൃത്തുക്കളെ, ഇസ്ലാം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ അഖില ഘട്ടങ്ങളെയും സ്പർശിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ്. അവൻ്റെ ചെറുകാലം മുതൽ വഫാത്താനന്തരം വരെ ഇസ്ലാമിന് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. മനുഷ്യനെ സാമൂഹിക ജീവിയാക്കുക എന്ന് പറയുന്നതാണ് ഇസ്ലാമിൻ്റെ ഒരു ഉദാത്തമായ മാതൃകാപരമായ ഒരു സാമൂഹിക ജീവിയാക്കി മാറ്റുക എന്നുള്ളതാണ് ഇസ്ലാം ലക്ഷ്യം വെക്കുന്നത്. സ്വാഭാവികമായും മനുഷ്യൻ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അവിടെ കുറ്റകൃത്യങ്ങൾ സംഭവിക്കും. അതിന് ഇസ്ലാം കൃത്യമായ പ്രതിവിധികൾ നിർദ്ദേശിക്കുന്നുമുണ്ട്. ഇതര പ്രത്യയശാസ്ത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്നെല്ലാം വ്യതിരിക്തമാണ് ഇസ്ലാമിൻ്റെ പ്രതിവിധികളുമൊക്കെ നമുക്ക് കാണാൻ കഴിയും. അതിൽ പ്രധാനപ്പെട്ടൊരു കുറ്റകൃത്യമാണ് കൊല ചെയ്യുക, പരസ്പരം അവയവങ്ങൾക്ക് മുറിവേൽപ്പിക്കുക, ക്ഷതം വരുത്തിക്കുക എന്നുള്ളതൊക്കെ. അപ്പോൾ ഇങ്ങനെ വധത്തിനും അവയവങ്ങൾക്ക് ക്ഷതം വരുത്തുന്നതിനും ഇസ്ലാം നിർദ്ദേശിക്കുന്ന പ്രതിവിധിയാണ് നമ്മൾ ഖിസാസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അഥവാ പ്രതിക്കൊല. ഈ പ്രതിക്കൊലയെ നമുക്ക് വിട്ടുവീഴ്ചയിലേക്ക് എത്തിക്കാനും ഇസ്ലാം സൗകര്യം നൽകുന്നുണ്ട്. ഒന്നുകിൽ നിരുപാധികം വിട്ടുവീഴ്ച നൽകാം, ഇനി അല്ലെങ്കിൽ ദിയത്തിനെ സ്വീകരിച്ചുകൊണ്ടും വിട്ടുവീഴ്ച നൽകാം. ഇപ്പം നമ്മൾ പ്രതിക്കൊലയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പ്രാഥമികമായി നമുക്കൊന്ന് കൊലയെ പരിചയപ്പെടാം. പ്രതിക്കൊലയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മളാദ്യം കൊലയെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. തുഹ്ഫയുടെ 8-ാം വാള്യം 375-ാം പേജിൽ കാണാൻ സാധിക്കും. വൽ ഫിഅലുൽ മുസ്ഹിഖു സലാസുൻ അംദുൻ വഖതഉൻ വശിബ്ഹു അംദുൻ വലാ ഖിസാസ ഇല്ലാ ഫിൽ അംദി. കൊല 3 വിധമാണ്. ഒന്നാമത്തതാണ് അംദ നിലക്കുള്ള കൊലപാതകം, അതായത് മനഃപൂർവ്വമുള്ള കൊലപാതകം. രണ്ടാമത്തതാണ് ശിബ്ഹ് അംദ്, മനഃപൂർവ്വത്തോട് സാദൃശ്യമുള്ള കൊലപാതകം. മൂന്നാമത്തതാണ് ഖതഅൻ അഥവാ പിഴവ് മൂലമുള്ള കൊലപാതകം. ഈ 3 കൊലപാതകത്തിൽ അംദ നിലക്കുള്ള കൊലപാതകത്തിന് മാത്രമേ ഖിസാസ് ഉള്ളൂ, വേറെ മറ്റു രണ്ടിനും ഖിസാസ് എടുക്കപ്പെടുകയില്ല. അപ്പോൾ എന്താണ് അംദ നിലക്കുള്ള കൊലപാതകം? തുഹ്ഫയിൽ തന്നെ കാണാൻ സാധിക്കും. ഖസ്തുൽ ഫിഅലി വശഖ്സി ബിമാ യഖ്തുലു ആലിബൻ. സാധാരണയായി കൊല്ലാൻ ഉപയോഗിക്കുന്ന ഒരു വസ്തു കൊണ്ട് ഒരു നിർണീതമായ വ്യക്തിയെ കൊല്ലാൻ ഉദ്ദേശിക്കലാണ് അംദ നിലക്കുള്ള കൊലപാതകം. ഉദാഹരണമായി ഒരു ഇസ്ലാമിക രാഷ്ട്രത്തെ സങ്കല്പിക്കുക. ആ രാഷ്ട്രത്തിൽ ഇസ്ലാമിക ഭരണത്തോട് കൂറു പുലർത്തുന്ന ഒരു അമുസ്ലിമായ ഒരു വ്യക്തി, ആ വ്യക്തി ഒരു മുസ്ലിമിനെ കൊല്ലുന്നു. ഇതെന്താണ്? മനഃപൂർവ്വമുള്ള കൊലപാതകമാണ്. പക്ഷേ ഇതിന് ഖിസാസ് എടുക്കണമെങ്കിൽ ഒരു നിബന്ധനയുണ്ട്. ആ കൊലപാതകം ആക്രമണം എന്ന നിലക്കായിരിക്കണം, എന്നാൽ മാത്രമേ ഖിസാസ് എടുക്കപ്പെടുകയുള്ളൂ. രണ്ടാമത്തതാണ് ശിബ്ഹ് അംദ്. എന്താണ് അങ്ങനെ പറഞ്ഞാൽ? ഖസ്തുൽ ഫിഅലി വശഖ്സി ഗൈറു മാ യഖ്തുലു ഗാലിബൻ. സാധാരണയായി കൊല്ലാൻ ഉപയോഗിക്കുന്ന വസ്തു കൊണ്ടല്ലാതെ ഒരു നിർണീതമായ വ്യക്തിയെ കൊല്ലാൻ ഉദ്ദേശിക്കലാണ് ശിബ്ഹ് അംദ് നിലക്കുള്ള കൊലപാതകം. മൂന്നാമത്തതാണ് ഖതഅൻ നിലക്കുള്ള കൊലപാതകം. ഇത് പ്രധാനമായും 2 രൂപത്തിലാണുള്ളത്. ഒന്നാമത്തതാണ് വ്യക്തിയെ ലക്ഷ്യം വെച്ചു, പക്ഷേ പ്രവൃത്തിയെ ലക്ഷ്യം വെച്ചിട്ടില്ല. ഉദാഹരണമായി ഒരു വ്യക്തിക്ക് കാട്ടിൽ നിന്നും ഒരു തോക്ക് കിട്ടുന്നു. ആ തോക്ക് കൊണ്ട് തൻ്റെ മുമ്പിലുള്ള സഹപാഠിക്ക് നേരെ അദ്ദേഹം വെടിയുതിർക്കുന്നു. പക്ഷേ അദ്ദേഹം വിചാരിച്ച് ഇതൊരു കളിത്തോക്കാണ്, ആ ഒരു ഡ്യൂപ്ലിക്കേറ്റ് തോക്കാണെന്ന നിലക്കാണ് വെടിയുതിർക്കുന്നത്. പക്ഷേ ഇതെന്തായിരുന്നു? യഥാർത്ഥത്തിൽ ഒറിജിനൽ തോക്കായിരുന്നു. അതുകൊണ്ട് ആ വെടിയുണ്ട പതിച്ച് ആ സഹോദരൻ കൊല്ലപ്പെടുന്നു. ഇവിടെ എന്താണ്? വ്യക്തിയെ ഉദ്ദേശിച്ചിട്ടുണ്ട്, പക്ഷേ പ്രവൃത്തിയെ ഉദ്ദേശിച്ചിട്ടില്ല. അതുകൊണ്ട് ഇതെന്താണ്? മനഃപൂർവ്വമുള്ള കൊലപാതകം, പിഴവ് മൂലമുള്ള കൊലപാതകമാണ്. ഇതിൽ ഖിസാസ് എടുക്കപ്പെടുകയില്ല. രണ്ടാമത്തെ രൂപമാണ് വ്യക്തിയെ ലക്ഷ്യം വെച്ചിട്ടില്ല, കൊലപാതകത്തെ ലക്ഷ്യം വെച്ചിട്ടില്ല, മറിച്ച് കൊലപാതകത്തെ ലക്ഷ്യം വെച്ചു, വ്യക്തിയെ ലക്ഷ്യം വെച്ചിട്ടില്ല. ഉദാഹരണമായി ഒരാൾ കാട്ടിലേക്ക് വേട്ടക്ക് പോയി, അതേസമയം തന്നെ മറ്റൊരാളും വേട്ടക്ക് പോയി. ഈ ആദ്യം വന്ന ആൾ എന്താക്കി? ഈ തൻ്റെ ഇരയെ കാത്തിരിക്കുന്ന സമയത്താണ് അങ്ങ് ദൂരെ നിന്നും ഒരു പുൽമേട ഇങ്ങനെ ഇളകുന്നതായി കാണുന്നത്. അദ്ദേഹം അത് തൻ്റെ ഇരയാണെന്ന് കരുതി അതിലേക്ക് വെടിയുതിർക്കുന്നു. പക്ഷേ അതെന്തായിരുന്നു? നേരത്തെ വന്ന മറ്റേ വ്യക്തിയായിരുന്നു. ഇവിടെ പ്രവൃത്തിയെ ലക്ഷ്യം വെച്ചു, പക്ഷേ വ്യക്തിയെ ലക്ഷ്യം വെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതും എന്താണ്? ഖതഅൻ നിലക്കുള്ള കൊലപാതകമാണ്. ഇതിനും ഖിസാസ് എടുക്കപ്പെടുകയില്ല. ഈ പറഞ്ഞ ഖതഇൻ്റെ വിഷയത്തിൽ അവിടെ 2 അഭിപ്രായങ്ങളായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇബ്നു ഇമാദ് എന്നിവർ പറയുന്നത് ഈ ഖതഅൻ കൊലപാതകം എന്നുള്ളത് അതും അംദൻ കൊലപാതകം പോലെ തന്നെയാണെന്നുള്ളതാണ്. തുഹ്ഫയിൽ ഇബ്നു ഹജർ തങ്ങൾ അത് ഉദ്ധരിക്കാൻ നമുക്ക് കാണാൻ സാധിക്കും. വമാല ഇബ്നു ഇമാദ് ഫീമൻ അഷാറ ലി ഇൻസാനി ബി സിക്കീൻ തഖ്വീഫൻ ലഹു ഫസഖത്ത അലൈഹി മിൻ ഗൈരി ഖസ്ദിൻ ഇലാ അന്നഹു അംദുൻ മൂജിബുൽ ഖവദി. ഒരു വ്യക്തി
മറ്റൊരു വ്യക്തിയെ കൊല്ലണമെന്ന ഉദ്ദേശം കൂടാതെ ഒരു കത്തി കൊണ്ട് ആംഗ്യം കാണിക്കുകയും അബദ്ധത്തിൽ ആ കത്തി ആ വ്യക്തിയുടെ മേത്ത് പതിക്കുകയും അങ്ങനെ ആ വ്യക്തി കൊല്ലപ്പെടുകയും ചെയ്താൽ അത് മനഃപൂർവ്വമുള്ള കൊലപാതകമാണ് എന്നുള്ളതാണ് ഇബ്നു ഇമാ തങ്ങൾ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ശേഷം ഇബ്നു ഹജർ തങ്ങൾ പറയുന്നുണ്ട് ഫീഹി നളുറുൻ, അതിൽ കൂലങ്കശമായി ചിന്തിക്കേണ്ടതുണ്ട്. ലി അന്നഹു ലം യഖ്സിദ് ഐനഹു ബി ആലത്തി ഖത്അൻ, കാരണം അവൻ ആ ആയുധം കൊണ്ട് കൊല്ലലിനെ ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഫൽ വജുഹു അന്നഹു ഗൈറു അംദിൻ, അപ്പോൾ ന്യായയുക്തമായ അഭിപ്രായം എന്ന് പറയുന്നത് അത് മനഃപൂർവ്വമല്ലാത്ത കൊലപാതകമാണെന്നുള്ളതാണ്. ഇനി ഒരു വ്യക്തി നേരിട്ട് കൊന്നാൽ പ്രതിക്കൊല ഉണ്ട് എന്ന് നമ്മൾ ചർച്ച ചെയ്തു. ഇനി ഒരു വ്യക്തി ഒരു കൊലപാതകത്തിന് കാരണക്കാരനായാലോ? ഫത്തുൽ മുഈനിൽ നമുക്ക് കാണാൻ സാധിക്കും യജിബു ഖിസാസു ബിസബബി, കൊലപാതകത്തിന് കാരണക്കാരനായ വ്യക്തിക്കും പ്രതിക്കൊല നിർബന്ധമാകും. ഉദാഹരണത്തിന് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് ഒരാളെ കൊല്ലാൻ വേണ്ടി നിർബന്ധിപ്പിച്ചു. അങ്ങനെ ആ നിർബന്ധത്തിന് വഴങ്ങിക്കൊണ്ട് ആ വ്യക്തി മറ്റൊരാളെ കൊന്നു. എന്നാൽ ഈ നിർബന്ധിച്ച വ്യക്തി അഥവാ ഈ കൊലപാതകത്തിന് കാരണക്കാരനായ വ്യക്തിക്കെതിരെ അവിടെ പ്രതിക്കൊല നിർബന്ധമാകും. അപ്പോൾ സ്വാഭാവികമായിട്ട് സംശയം ഉണ്ടാവും, ഈ കൊന്ന വ്യക്തിക്കോ? ഫത്തുൽ മുഈനിൽ നമുക്ക് കാണാൻ സാധിക്കും വഅലൽ മുക്റഹി അയ്ളൻ, ഈ കൊന്ന വ്യക്തിയും അഥവാ ഈ നിർബന്ധത്തിന് വഴങ്ങി കൊന്ന വ്യക്തിക്കെതിരെയും ഖിസാസ് എടുക്കപ്പെടുന്നതാണ്. എന്നാൽ തുഹ്ഫയിൽ ഇബ്നു ഹജർ തങ്ങൾ പറയുന്നുണ്ട് അങ്ങനെ നിർബന്ധത്തിന് വഴങ്ങിക്കൊന്ന വ്യക്തിക്കെതിരെ ഖിസാസ് എടുക്കാൻ ബഗവി ഇമാം ഒരു ഖൈദ് വെച്ചിട്ടുണ്ട്. അതിനെ ഉദ്ധരിക്കുന്നത് ഇങ്ങനെയാണ്: വഖയ്യദൽ ബഗവിയു ഉജൂബുൽ ഖബ്ദ് അലൈഹി ബിമാ ഇദാ ലം യظنു അന്നൽ ഇക്റാഹ യബീഹു ലിഖ്ദാമ, ആ നിർബന്ധിപ്പിക്കൽ കൊലയെ അനുവദനീയമാക്കുന്നുണ്ട് എന്ന ഒരു ഭാവന അവനിലില്ല എങ്കിൽ അവനക്കെതിരെ ഖിസാസ് എടുക്കപ്പെടും. വയില്ല, ഇനി അങ്ങനെ ഒരു ഭാവന ഉണ്ട് അവനക്ക്, അങ്ങനെയാണെങ്കിൽ ലം യഖ്തുൽ ജസമൻ, ഉറപ്പായിട്ട് അവനക്ക് എന്താവുകയില്ല, അവനക്കെതിരെ ഖിസാസ് എടുക്കപ്പെടുകയില്ല എന്നുള്ളതാണ്. നമ്മളിതുവരെ ചർച്ച ചെയ്ത് ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തി കൊന്നാലുള്ള മാർഗങ്ങളാണ്. ഇനി ഒരു വ്യക്തിയെ തന്നെ ഒന്നിൽ കൂടുതൽ ആളുകൾ കൊന്നാൽ അതിനെന്താണ് ഇസ്ലാം കൽപ്പിക്കുന്ന മാർഗങ്ങൾ? അതെ, അങ്ങനത്തെ ഇടങ്ങളിലും ഇസ്ലാം കൃത്യമായി നിയമങ്ങൾ പറയുന്നുണ്ട്. ഒരു വ്യക്തിയെ ഒന്നിലധികം ആൾക്കാർ കൊല്ലുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ എല്ലാവരെയും കൊലയാളിയായിട്ടാണ് പരിഗണിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ അവലംബം ഉമർ റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഒരു വ്യക്തിയെ ബിഗീലത്തിൻ, ഒരു വ്യക്തിയെ ചതിമൂലം ഒരു കൂട്ടം ആൾക്കാർ കൊല ചെയ്തപ്പോൾ എല്ലാവരെയും ഉമർ റളിയല്ലാഹു അൻഹു കൊല ചെയ്തു. എന്നിട്ട് പറഞ്ഞു വലൗ തമാല അലൈഹി അഹ്ലുസ്സന്നാ ലഖതലഹും ജമീഅ, അഹ്ലുസ്സന്നാ മുഴുവനും അങ്ങനെ അയാളെ കൊല്ലാൻ വേണ്ടി ഒരുമിച്ച് കൂടിയിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും ഞാൻ കൊല്ലുമായിരുന്നു എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പ്രഖ്യാപിക്കുകയുണ്ടായി. അത് കേട്ട സഹാബത്തൊക്കെയും മൗനം പൂർവ്വം അതിനെ അംഗീകരിക്കുകയാണ് ചെയ്തത്. അഥവാ സുക്കൂത്തിലൂടെയുള്ള ഇജ്മായിലൂടെയാണ് ഈ വിധി സ്ഥാപിതമായത്. ഇനി ഒന്നിൽ പരം ആൾക്കാർ കൊല്ലുന്ന ഒരിടം നിങ്ങളൊന്ന് സങ്കല്പിക്കുക. ഒരാളെ രണ്ട് ഭാഗത്ത് നിന്ന് രണ്ടാൾ വെടിവെക്കുകയാണ്. അപ്പോൾ ആ വെടി സ്പോട്ടിലാണ് ഒരാളിൽ കൊള്ളുകയും അത് ആ വെടി മൂലം അയാൾ മരണപ്പെടുകയും ചെയ്തു. സ്പോട്ടിൽ മരണപ്പെടുന്ന തൊണ്ടയുടെ ഭാഗത്തോ മറ്റോ കൊള്ളുകയും സ്പോട്ടിൽ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടുപേരും കൊലയാളികളാണ്. ഇനിയല്ല, ഒരാളുടെ വെടി കൊണ്ടതിന് ശേഷം അല്പസമയത്തിന് ശേഷമാണ് മറ്റേയാൾ വെടിവെച്ചതെങ്കിൽ ഒന്നാമത്തെ ആളുടെ വെടി കൊണ്ട് അയാൾക്ക് സ്വയേച്ഛപ്രകാരം സംസാരിക്കാനോ അല്ലെങ്കിൽ അനങ്ങാനോ മറ്റൊന്ന് കാണാനോ അങ്ങനെയൊന്നും സാധിക്കാത്തൊരവസ്ഥയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ ആൾ കൊലയാളിയും രണ്ടാമത്തെ ആൾക്ക് അവയവങ്ങൾക്ക് ക്ഷതം വരുത്തിയതിൻ്റെ പേരിൽ ഖിസാസ് എടുക്കപ്പെടുകയും ചെയ്യണം. എന്നാൽ അങ്ങനത്തെ ഒരവസ്ഥയിൽ എത്താത്ത സ്ഥിതിയിലാണ് രണ്ടാമത്തെ ആൾ വെടിവെച്ചതെങ്കിൽ രണ്ടാമത്തെ ആളെയാണ് നമ്മൾ കൊലയാളിയായി പരിഗണിക്കുക. ഒന്നാമത്തെ ആൾക്ക് അവയവങ്ങൾക്ക് ക്ഷതം വരുത്തിയതിൻ്റെ ഖിസാസ് എടുക്കപ്പെടുകയാണ് ചെയ്യുക. ഇനി ഇങ്ങനെയുള്ള നിയമങ്ങളിൽ പ്രധാനമാണ് ഈ ഖിസാസിന് ചില ഷർത്തുകളെ പ്രധാനമായും നമ്മൾ ഈ ഖിസാസിൻ്റെ ചില ഷർത്തുകളെ പ്രതിപാദിക്കേണ്ടതുണ്ട്. അത് ഖിസാസിനും ഒരു ഷർത്തുണ്ട്, ഖാത്തിലിനും ചില ഷർത്തുകളുണ്ട്, ഖതീലിനും ചില ഷർത്തുകളുണ്ട്. അതിനെക്കുറിച്ച് സംസാരിക്കാം. നമ്മളാദ്യം ഖിസാസിൻ്റെ ഷർത്തിനെ പരിശോധിക്കാം. മനഃപൂർവ്വം കൊന്നാൽ ആ വ്യക്തിക്കെതിരെ ഖിസാസ് എടുക്കണം. അങ്ങനെ ഖിസാസ് എടുക്കണമെങ്കിൽ ഒരു നിബന്ധനയുണ്ട്. ഫതുഹുൽ മുഈനിൽ കാണാം കൗനുഹു അംദൻ ദുൽമൻ, ആ കൊലപാതകൻ അംദൻ ദുൽമൻ ആയിരിക്കണം, അതായത് അന്യായമായ കൊലപാതകമായിരിക്കണം. എന്താണ് അന്യായമായ കൊലപാതകം എന്ന് പറഞ്ഞാൽ? ഉദാഹരണമായി ഒരു വ്യക്തിയെ കോടതി കൊല്ലാൻ വേണ്ടി നിയമിക്കുന്നു. ആ വ്യക്തി കൊല്ലുന്നതെല്ലാം എന്താണ്? ഹക്ക നിലക്കുള്ള കൊലപാതകമാണ്. അങ്ങനെ അല്ലാത്തതെല്ലാമാണ് അന്യായമായ കൊലപാതകം. അതാണ് ഖിസാസിൻ്റെ ഷർത്ത്. ഇനി ഖതീലിൻ്റെ ഷർത്ത് അഥവാ കൊല്ലപ്പെട്ടവൻ്റെ ഷർത്ത്. വശുയിത ഫീ ഖതീലിൻ ഇസ്മത്തുൻ, ആ കൊല്ലപ്പെട്ട വ്യക്തി എന്തായിരിക്കണം? ആ വ്യക്തി വില കൽപ്പിക്കുന്ന ഇസ്ലാമിൽ രക്തത്തിന് വില കൽപ്പിക്കുന്ന ആളായിരിക്കണം. അങ്ങനെ പറഞ്ഞാൽ ആ വ്യക്തി മുസ്ലിം ആയിരിക്കണം.
ഇനി മുസ്ലിം അല്ല, അങ്ങനെയാണെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും മുസ്ലിം പൗരൻ്റെയോ കീഴിൽ സംരക്ഷണം നൽകുന്നവനായിരിക്കണം. ഇനി ഇത് രണ്ടുമില്ലെങ്കിൽ ഈ പറഞ്ഞവരുമായി വല്ല കരാർ ബന്ധത്തിലും ഏർപ്പെട്ടവനാണെങ്കിൽ ഇവർക്കെല്ലാം എന്തുണ്ട്, ഇസ്ലാമിൽ രക്തത്തിന് വില കൽപ്പിക്കുന്നുണ്ട്. ഈ ഒരു അവസരത്തിലെല്ലാം ഇവരെ കൊന്നാൽ എന്തായിരിക്കും, കൊന്നവന് കിസാസ് എടുക്കപ്പെടും. അപ്പോൾ ഈ പറയുന്നതിലൂടെ ഹർബിയായ കാഫിർ, മുർത്തദ്, ജാനി മുഹ്സിൻ ഇവരെയൊന്നും കൊന്നവന് കിസാസ് എടുക്കപ്പെടുകയില്ല. കാരണം എന്താണ്, ഇവർക്കൊന്നും ഇസ്ലാമിൽ രക്തത്തിന് വില കൽപ്പിക്കുന്നില്ല. ഇനിയാണ് കാത്തിലിൻ്റെ ഷർത്ത് അഥവാ കൊന്നവൻ്റെ ഷർത്ത്. വശുരിത ഫീ കാത്തിലിൻ തക്ലീഫുൻ, ആ കൊന്ന വ്യക്തി പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള ആളായിരിക്കണം, എന്നാൽ മാത്രമേ കിസാസ് എടുക്കപ്പെടുകയുള്ളൂ. അപ്പോൾ കൊന്നതൊരു കുട്ടിയാണ്, അല്ലെങ്കിൽ കൊല്ലുന്ന സമയത്ത് അയാൾ ഭ്രാന്തനാണ്, അങ്ങനത്തെ സമയത്തൊന്നും ഇയാൾ എന്താക്കില്ല, ആ അവർക്കെതിരെ കിസാസ് എടുക്കപ്പെടുകയില്ല. ഖിസാസിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പ്രധാനമാണ് വിട്ടുവീഴ്ച എന്ന് പറയുന്നത്. വിട്ടുവീഴ്ച എന്ന് പറയുന്ന ഇസ്ലാം വരുത്തിയ ആ ഒരു ഓപ്ഷൻ ഇസ്ലാമിൻ്റെ ധാർമ്മികമായ അല്ലെങ്കിൽ ഇസ്ലാമിനെ എങ്ങനെയാണ് മനുഷ്യരെ ചേർത്ത് പിടിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു അടരാണ്. അതിനെക്കുറിച്ചൊന്ന് നമുക്ക് സംസാരിക്കാം. നമുക്കറിയാം, പരിശുദ്ധ ദീനുൽ ഇസ്ലാം എപ്പോഴും വിട്ടുവീഴ്ചയ്ക്ക് മുൻതൂക്കം നൽകുന്നൊരു മതമാണ്. അതുകൊണ്ട് തന്നെയാണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന സ്വർഗാവകാശികളുടെ ലക്ഷണം പറയുന്നിടത്ത് ഖുർആൻ പറഞ്ഞത് വൽ ആഫീൻ അനിന്നാസ്, ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യുന്നവർ. ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞിട്ട് നമുക്ക് കാണാൻ സാധിക്കും, യാ അയ്യുഹല്ലദീന ആമനൂ കുത്തിബ അലൈക്കുമുൽ ഖിസാസു ഫിൽ ഖത്ല, കൊല്ലപ്പെട്ടവർക്ക് കിസാസ് അഥവാ പകരം കൊല്ലുക എന്നുള്ളത് അല്ലാഹു തആല അനുവദനീയമാക്കി തന്നിട്ടുണ്ട്. ശേഷമായത്തിൽ ഹുറൂബിൽ ഹുരി എന്ന് പറയുന്നത് സ്വതന്ത്രനെ കൊന്നാൽ സ്വതന്ത്രം കൊല്ലണം, അതിന് അടിമക്ക് അടിമ, സ്ത്രീക്ക് സ്ത്രീ എന്ന് പറഞ്ഞതിന് ശേഷം ആയത്തിൽ പറയുന്നുണ്ട് ഫമൻ ഉഫിയ ലഹു മിൻ അഖീഹി ഷൈഉൻ ഫത്തിബാഉൻ ബിൽ മഅറൂഫ്, തൻ്റെ സഹോദരന് വിട്ടുവീഴ്ച ചെയ്താൽ അഥവാ കൊന്ന വ്യക്തിക്ക് വിട്ടുവീഴ്ച ചെയ്താൽ അവിടെ എന്തില്ല, കിസാസ് അഥവാ പ്രതിക്കൊല എന്നുള്ളത് അവിടെ നിർബന്ധമാക്കുന്നില്ല. ഈ ആയത്തിൻ്റെ തഫ്സീറിൽ പറയുന്നുണ്ട് ആ വിട്ടുവീഴ്ച എങ്ങനെയാണ്, അത് രണ്ട് രൂപത്തിലാണ് ഉണ്ടാവുക. ഒന്ന് ദിയത്ത് വാങ്ങിക്കൊണ്ട് വിട്ടുവീഴ്ച ചെയ്യുക, അല്ലെങ്കിൽ നിരുപാധികം വിട്ടയക്കുക എന്നുള്ളതാണ്. ബി ഐ യുത്താലിബഹു ബി ദിയത്തിൻ, ഒന്നാമതെന്തായിട്ട് അവൻ ദിയത്ത് കൊണ്ട് എന്താക്കണം, അവൻക്ക് അഫു ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ദിയത്ത് വാങ്ങിക്കൊണ്ട് അഫു ചെയ്യുക. കൊല്ലപ്പെട്ട വ്യക്തിയുടെ അവകാശികൾക്ക് ഈ കൊന്ന വ്യക്തി എന്താക്കുക, ദിയത്ത് നൽകിക്കൊണ്ട് അവിടെ വിട്ടുവീഴ്ച ചെയ്യുക. മറ്റൊന്ന് അഫു ചെയ്യുന്ന മറ്റൊരു രൂപം ഫലോ അഫ വലം യുസമ്മിഹ ഫലാ ഷൈഅ, ഇനി ഒരാൾ ഇന്നത് തരണമെന്നൊന്നും പറഞ്ഞിട്ടില്ല, നിരുപാധികം എന്താക്കി അയാളെ വിട്ടുവീഴ്ച ചെയ്തു. അങ്ങനെയാണെങ്കിലും അവിടെ എന്താകും, ആ പ്രതിക്കൊലയിൽ നിന്നും ആ വ്യക്തി ഒഴിവാകുന്നതാണ്. ഇമാം അബൂദാവൂദ് റളിയല്ലാഹുവിൻ്റെ ഹദീസിൻ്റെ ഷറയിൽ ഇബ്നു റസാൻ റളിയല്ലാഹു ഉദ്ധരിക്കുന്നതായിട്ട് ഒരു ഹദീസ് ഉണ്ട്. മൻ ഉസീബ ബിസയ്യിൻ ഫി ജസദിഹി ഫതറകഹു ലില്ലാഹി തആല കാന കഫാറത്തൻ ലഹു, ഒരാൾ ഒരു വ്യക്തിയുടെ ശരീരത്തെ ആക്രമിച്ചു, ആ നിലക്ക് ആ വ്യക്തിയിൽ നിന്നും നഷ്ടമൊന്നും വാങ്ങാതെ ആ വ്യക്തി വിട്ടുവീഴ്ച ചെയ്താൽ അത് അവൻ്റെ ദോഷങ്ങൾ പൊറുക്കാൻ കാരണമാകുന്നതാണ്. ഇത്തരത്തിൽ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ വരുന്നത് വളരെ കാർക്കശ്യമാണെന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ തോന്നുമെങ്കിലും മറിച്ച് ഇസ്ലാം ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് ഈ മനുഷ്യരുടെ കലഹങ്ങളിൽ നിന്നും മനുഷ്യരെ തെറ്റിൽ നിന്നും മനുഷ്യരെ അകറ്റി നിർത്തുക എന്നുള്ളതാണ്. മറിച്ച് ആ നിയമം നടപ്പിലാക്കുക എന്ന് ഇസ്ലാം ഒരിക്കലും വാശി പിടിക്കുന്നില്ല, അതിനൊട്ട് നിർബന്ധം പിടിക്കുന്നുമില്ല. ഇനി നേരത്തെ സൂചിപ്പിച്ചതിൽ ഒരു ചെറിയൊരു അവ്യക്തതയുള്ള ഭാഗം, ഹക്കൻ എന്നുള്ള നിലക്കുള്ള കൊലപാതകം ആവരുത് കിസാസ് എടുക്കാനുള്ള ഷർത്തായിട്ട് പറഞ്ഞതാണ്. ഹക്കൻ എന്നുള്ള കൊലപാതകം എപ്പോഴാണ് ആവുക, എന്തെങ്കിലും ഒരാളെ കൊല ചെയ്തത് ഭരണാധികാരിയുടെ നിർദ്ദേശപ്രകാരം ചെയ്തതാണെങ്കിൽ അതാണ് ഹക്കൻ എന്നുള്ള കൊലപാതകമാവുക. അങ്ങനെ അല്ലാത്ത കൊലപാതകമാണ് ളുൽമൻ എന്നുള്ള എന്നുള്ള തലത്തിലേക്ക് അത് പെടുക. ഏതായാലും ഈ വിഷയം വളരെ പ്രസക്തമാണ്. പുതിയ കാലത്ത് നിമിഷപ്രിയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ വളരെ പ്രസക്തമായ വിഷയമാണ്. പ്രത്യേകിച്ച് ഈ വിട്ടുവീഴ്ച എന്ന് പറയുന്നത് കേവലം മുസ്ലിങ്ങളിൽ മാത്രം ചുരുങ്ങുന്നതല്ല, മനുഷ്യകുലത്തിലേക്ക് ആകെയും വ്യാപിക്കുന്നതാണ് ഇസ്ലാമിൻ്റെ ഈ വിട്ടുവീഴ്ചയുടെ മനോഭാവം എന്ന് ഈ വിവാദത്തിലൂടെ എ.പി. ഉസ്താദിൻ്റെ മഹനീയമായ ഇടപെടലിലൂടെ സമൂഹം മനസ്സിലാക്കാൻ ഇടയായിട്ടുണ്ട്. ഏതായാലും നിർത്തുകയാണ്. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.